കാണാൻ കഴിയുന്നതിനെ നമുക്ക് നേരിടാൻ എളുപ്പമാണ്. എന്നാൽ കാണാൻ സാധിക്കാത്തതിനെ, കാണാൻ മറയത്തുള്ളതിനെ നമ്മൾ എങ്ങനെ നേരിടും? ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ചെതലിനെ കുറിച്ചാണ്. ചെതലിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കുന്നതല്ല. അഥവാ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കും ചെതൽ ഒരുപാട് ഡാമേജ് നമ്മൾ അവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം. സാധാരണഗതിയിൽ ചെതലിൻ്റെ സാന്നിധ്യം അറിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന ഏതെങ്കിലും പെസ്റ്റിസൈഡ്സ്, ആരോസോൾ ടൈപ്പ് പെസ്റ്റിസൈഡ്സ് നമ്മൾ വാങ്ങും, അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ മണ്ണെണ്ണ, ഡീസൽ മുതലായ വസ്തുക്കൾ അവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ ചെതലിൻ്റെ ഒരു സാന്നിധ്യം കാണുന്നുണ്ടാവില്ല. പക്ഷേ ഇതാണോ ശരിയായ മാർഗം? ചെതലിനെ നമ്മൾ ഇങ്ങനെ നേരിട്ടാൽ മതിയോ? നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ലേ വേണ്ടത്? അതിലേക്കാണ് ഇന്ന് നമ്മളുടെ വീഡിയോ പോകുന്നത്. അപ്പോൾ ചെതൽ സാധാരണ ഇപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ചെതൽ ഏതൊക്കെ വിഭാഗത്തിലുണ്ടെന്നുള്ളത്. ചെതൽ ഒന്ന് സബ്ട്രേനിയൻ ടെർമൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ആൻറ്റ്സ്. അത് മണ്ണിലാണ് സബ്ട്രേനിയൻ ടെർമൈറ്റ്സ് അതിൻ്റെ കോളനി സൃഷ്ടിക്കുന്നതും നമ്മളുടെ ബിൽഡിങ്ങിനകത്തോട്ട് വരുന്നതും മണ്ണിൽ നിന്നാണ്. രണ്ടാമത്തെ വിഭാഗം ഡ്രൈവുഡ് ടെർമൈറ്റ്. അത് മണ്ണുമായിട്ട് ബന്ധമില്ല, വുഡിനകത്താണ് അതിൻ്റെ കോളനി ഫോം ചെയ്യുന്നതും അവിടെയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ വിഭാഗമാണ് ഡാംവുഡ് ടെർമൈറ്റ്. ഡാംവുഡ് ടെർമൈറ്റ് എന്ന് പറയുന്നത് തടിക്കകത്ത് നനവും ഈർപ്പമുള്ള ഭാഗങ്ങളിലാണ് ഡാംവുഡ് ടെർമൈറ്റിൻ്റെ പ്രസൻസ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ സബ്റ്ററേനിയൻ ടെർമൈറ്റ്സ്, അതുപോലെ മണ്ണിൽ നിന്ന് കയറി വരുന്ന ടെർമൈറ്റ്സിന് ഒരു സൈലൻറ്റ് കില്ലർ എന്ന് പറയാം. കാരണം ഇത് മണ്ണിനടിയിൽ കോളനി ഉണ്ടാക്കി, കോളനിക്കകത്ത് കിങ് ഉണ്ടാവും, ക്യൂൻ ഉണ്ടാവും, സോൾജിയേഴ്സ് ഉണ്ടാവും, അതിനകത്ത് വർക്കേഴ്സും ഉണ്ടാവും. വർക്കേഴ്സ് എന്ന് പറയുന്ന വിഭാഗം മഡ് ട്യൂബ്സ് ഉണ്ടാക്കി നമ്മളുടെ ബിൽഡിങ്ങിനകത്തേക്ക് എൻ്റർ ചെയ്യുകയാണ്. സാധാരണ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ഈ സബ്റ്ററേനിയൻ ടെർമൈറ്റ്സിൻ്റെ അറ്റാക്ക് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നനവുള്ളൊരു പ്രതലം, ഭൂമി, അവിടെ ഈ ടെർമൈറ്റ്സിന്, സബ്റ്ററേനിയൻ ടെർമൈറ്റ്സിന് അല്ലെങ്കിൽ വൈറ്റ് ആൻറ്റ്സിന് ടണൽസ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അവിടെ ഈ ടണൽസിൽ നിന്ന് പുറത്തു വരുന്ന റീപ്രൊഡക്റ്റീവ് ടെർമൈറ്റ്സ് അവർ ഈലെന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയും. അത് ആ സമയത്ത് വളരെ കൂടുതലായിട്ട് കാണാം. അത് ആ കോളനിയിൽ നിന്ന് മാറി വേറൊരു കോളനി സൃഷ്ടിക്കുന്നു. അങ്ങനെ ടെർമൈറ്റ്സിൻ്റെ ഒരു കോളനി നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. അവിടുന്ന് മണ്ണിൽ നിന്ന് ഇത് ട്യൂബ്സ് ഉണ്ടാക്കി നമ്മുടെ ബിൽഡിങ്ങിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെതൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ, ചെതൽ എന്തുകൊണ്ടാണ് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വരുന്നത്? എല്ലാ ഇൻസെക്ട്സിനെയും പോലെ തന്നെ ഫുഡ് സെർച്ച് ചെയ്തിട്ടാണ് വരുന്നത്. സബ്ട്രേനിയൻ ടെർമൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ വൈറ്റ് ആൻറ്റ്സിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് സെല്ലുലോസ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിന് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അതിന് സ്റ്റൊമക്കിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബിൽഡിങ്ങിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വുഡ്, പേപ്പർ, ക്ലോത്ത് ഇതെല്ലാം ടെർമൈറ്റ്സിൻ്റെ ഫുഡായി മാറാറുണ്ട്. പക്ഷേ സൈലൻറ്റ് കില്ലർ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പലപ്പോഴും ടെർമൈറ്റ്സ് ഒരു വുഡിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ, ഒരു വുഡ് ഫ്രെയിമിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻസ് നമ്മൾ കുറേ കാലത്തേക്ക് അറിഞ്ഞു എന്ന് വരില്ല. പുറം ഭാഗം വളരെ ഭംഗിയായിട്ട് നിൽക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മളൊന്ന് സ്പർശിച്ചാൽ സ്പർശന മാത്രയിൽ ആ ഭാഗം പൊളിഞ്ഞ് താഴെ വീഴും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ടെർമൈറ്റ്സ് വന്ന്, ചെതൽ വന്ന് ആ ഭാഗം മുഴുവൻ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു സെല്ലുലോസാണ് ഇതിൻ്റെ ഫുഡെന്ന് പറഞ്ഞെങ്കിലും നോൺ സെല്ലുലോസ്ഡ് ആയിട്ടുള്ള വസ്തുക്കളും ടെർമൈറ്റ്സിൻ്റെ ഒരു സഞ്ചാരപഥമായി മാറാറുണ്ട്. എക്സാമ്പിൾ പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ റബ്ബർ, കേബിൾസ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സിനകത്ത് കൂടെയൊക്കെ ടെർമൈറ്റ്സ് നമ്മളുടെ ബിൽഡിങ്ങിനകത്തോട്ട് വരാറുണ്ട്. ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സിനകത്ത് ഒരിക്കൽ ടെർമൈറ്റ്സ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ടിനോ അങ്ങനെ അതുവഴി വലിയ അപകടങ്ങൾക്കോ സാധ്യത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സബ്ട്രേനിയൻ ടെർമൈറ്റ്സിനെ നമ്മൾ എങ്ങനെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രിവെൻറ്റീവ് ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ പെസ്റ്റിസൈഡ്സ്, ടെർമൈറ്റ്സ് കണ്ടു, പെസ്റ്റിസൈഡ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നു, വീണ്ടും അവിടെ ചെതൽ വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും അതിൻ്റെ സോഴ്സിലേക്ക് ചെല്ലുന്നില്ല. അങ്ങനെ സോഴ്സിലേക്ക് ചെല്ലാതെ നമ്മൾ ഈ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുമോ, അല്ലെങ്കിൽ കെറസിൻ അപ്ലൈ ചെയ്യുമോ, ഡീസൽ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവിടെ ചെതൽ വരുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തോട്ട് വരുന്നത് കാണാം. കാരണം എന്താ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് മണ്ണിനടിയിലൂടെയാണ് ടെർമൈറ്റ്സ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലമായി അവിടെ ഒരു പ്രതിരോധം നമുക്ക് തീർക്കാൻ സാധിച്ചെങ്കിലും
അവിടെ നിന്ന് വീണ്ടും മാറി അടുത്തൊരു സ്പോട്ടിലേക്ക് ടെർമൈറ്റ് വരും. അപ്പോൾ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഇതിനകത്ത് ലഭിക്കുന്നില്ല. അവിടെയാണ് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ പ്രസക്തി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പരിശോധിക്കാം. നമ്മൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ തന്നെ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വാല്യുബിൾസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 0.1% നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവായ ഒരു ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് 10 വർഷത്തെ വാറണ്ടിയും ലഭ്യമാണ്. ഈ 10 വർഷത്തെ വാറണ്ടി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ മാർക്കറ്റിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 15 വർഷമുണ്ട്, 20 വർഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു ക്ലെയിമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആൻറ്റി ടെർമൈറ്റിന് ഉപയോഗിക്കുന്ന ടെർമറ്റിസൈഡ് അപ്രൂവ്ഡ് ആയിരിക്കണം. ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ അപ്രൂവ് ചെയ്ത് സോയിൽ ടെസ്റ്റ് നടത്തി സോയിൽ അതിനകത്ത് പെർസിസ്റ്റൻസ് ഒക്കെ കണക്ക് കൂട്ടിയാണ് നമ്മൾ ഈ കെമിക്കലിന് അപ്രൂവൽ കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് സോയിൽ പെർസിസ്റ്റൻസ് സാധാരണ 10 വർഷം വരെയാണ്. അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് 10 വർഷത്തെ ഒരു വാറണ്ടി. പക്ഷേ ചില സമയത്ത് നമുക്ക് 15 വർഷമോ അല്ലെങ്കിൽ 20 വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ടെർമൈറ്റ് കാണുന്നില്ല. അതിനും കാരണമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെർമൈറ്റ് അവിടെ വരുന്നത് അതിൻ്റെ ഫുഡ് സെർച്ച് ചെയ്താൽ. അപ്പോൾ നമ്മളുടെ ബിൽഡിങ്ങിനകത്തോട്ട് ടെർമൈറ്റിന് കയറാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഫുഡ് സെർച്ച് ചെയ്താൽ കോളനി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകാനാണ് സാധ്യത. പക്ഷേ ഈ 10 വർഷത്തെ വാറണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് വീണ്ടും റിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു മാർഗ്ഗമായ മെംബ്രെയിൻ പോറസ് പൈപ്പ്സ് ഉപയോഗിച്ച് ആണ് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രില്ലിംഗ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അഡീഷണൽ വീണ്ടും നമുക്ക് ബിൽഡിങ്ങിന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അപ്പോൾ അതുപോലെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്, നമ്മളുടെ ഇപ്പം നിലവിലുള്ള ബിൽഡിങ്ങിൽ ടെർമൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതികളാണ്. എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിനകത്ത് ടെർമൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓൾറെഡി അവിടെ ഡാമേജസ് നമ്മൾ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി വന്ന ഡാമേജസ് ഫർദർ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ചെയ്താൽ ടെർമൈറ്റിൻ്റെ നമ്മുടെ ബിൽഡിങ്ങിനകത്തേക്കുള്ള എൻട്രി നമുക്ക് എഫക്റ്റീവായിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ വുഡ് പോർഷൻസോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ കെയർ അറ്റൻഷൻ കൊടുത്തിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് വഴി തന്നെ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഡാമേജസ് ഫർദറായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു അപ്രൂവ്ഡ് ഏജൻസി ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്രൂവ്ഡ് ഏജൻസി എന്ന് പറയുമ്പോൾ ഒരു പെസ്റ്റ് കൺട്രോൾ ഏജൻസി വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന പെസ്റ്റ് കൺട്രോൾ ഓപ്പറേഷൻ ലൈസൻസ് അവർക്കുണ്ടാവണം. അപ്പോൾ പെസ്റ്റ് കൺട്രോൾ ഓപ്പറേഷൻ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഉപയോഗിക്കാവുന്ന കെമിക്കൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഏജൻസിയാണ് നിങ്ങളുടെ സർവീസ് ചെയ്യുന്നതെന്നുള്ള ഉറപ്പുവരുത്തുക. 2, ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു IS കോഡുണ്ട്. IS കോഡ് എന്ന് പറഞ്ഞാൽ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ IS 6313 Part 2 എന്ന് പറയുന്ന കോഡ് അനുസരിച്ചിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ. എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ IS 6313 Part 3 എന്ന് പറയുന്ന പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യുക. ഇനി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് കടക്കുമ്പോൾ അത് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ട? ഒരു പ്രീ കൺസ്ട്രക്ഷൻ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഒരു പോസ്റ്റ് കൺസ്ട്രക്ഷൻ, അതായത് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം പ്രൊസീജിയേഴ്സിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്? ആ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.